പിതാവിൻ്റെ കരുതലില്ലാതെ പിറന്ന കുഞ്ഞ് 6 വയസ്സാകുന്ന ഘട്ടത്തിൽ മാതാവ് കൂടി വേർപിരിയുമ്പോൾ എത്രമാത്രമായിരിക്കും ആ കുഞ്ഞു മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിരിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായപ്പോൾ ഉമ്മ ആമിന ബീവിക്കൊരു മോഹം, മകനുമൊത്ത് യസ്രിബിലെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാലോ. അധികം വൈകാതെ ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്രയായി. പരിചാരക ഉമ്മു ഐമനും ഒപ്പമുണ്ടായിരുന്നു. 2 ഒട്ടകപ്പുറത്തായിട്ടായിരുന്നു യാത്ര. യസ്രിബിലെത്തി. ബന്ധുക്കളോടൊപ്പം അല്പദിവസം കഴിച്ചു കൂട്ടി. മകനോടൊപ്പം പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന അബ്ദുള്ളയുടെ ഖബറിടം സന്ദർശിച്ചു. ഖസ്റജുകാരുടെ കുളത്തിൽ നീന്തിയതും കുട്ടികളോടൊപ്പം പട്ടം പറത്തിയതും തുടങ്ങി അന്നത്തെ രസകരമായ അനുഭവങ്ങൾ പിൽക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്ത് പറയാറുണ്ടായിരുന്നു. ഇനി മക്കയിലേക്ക് മടങ്ങുകയാണ്. യാത്ര ആരംഭിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ആമിന ബീവിക്ക് അസുഖം ബാധിച്ചു. ഇനി യാത്ര തുടരൽ പ്രയാസമാണ്. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം. അങ്ങനെ അബവാ എന്ന ദേശത്ത് തമ്പടിച്ചു. രോഗം വീണ്ടും മൂർച്ഛിക്കുകയാണ്. അതിശക്തമായ പനി. താൻ ഈ ലോകം വിട്ടു പോവുകയാണെന്ന് ആമിന ബീവിക്ക് മനസ്സിലായി. മകനെ അടുത്തേക്ക് വിളിച്ചു. കണ്ട് കൊതി തീർന്നിട്ടില്ല. ഓമനിച്ചു മതിയായിട്ടില്ല. ജനിക്കുമ്പോൾ തന്നെ ഉപ്പയില്ലാത്തതിനാൽ യാതൊരു കുറവുമില്ലാതെ ആയിരുന്നു പരിചരിച്ചിരുന്നത്. സങ്കടം സഹിക്കവയ്യാതെ പറഞ്ഞു വെച്ചു, മോനെ, ഞാൻ യാത്രയാവുകയാണ്. ഒരുപാട് നന്മകൾ അവശേഷിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ കണ്ട സ്വപ്നങ്ങൾ പുലരും. അങ്ങനെയെങ്കിൽ മോൻ മനുഷ്യകുലത്തിനാകെയുള്ള പ്രവാചകനാണ്. ആ കുഞ്ഞിളം കവിളിൽ ചുടുചുംബനങ്ങൾ നൽകി. മകനെ നല്ലപോലെ പരിചരിക്കണമെന്ന് പറഞ്ഞ് ബറക്കയെ ഏൽപ്പിച്ചു. ഓമനിച്ച് മതിയായിട്ടില്ല. എങ്കിലും വിധി വന്നാൽ കീഴടങ്ങണമല്ലോ. ആമിന ബീവി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അന്ന് ആമിന ബീവിക്ക് 20 വയസ്സായിരുന്നു. ആമിന ബീവിക്ക് 6 മാസം ഗർഭമായപ്പോഴാണ് അബ്ദുള്ള ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നത്. അബ്ദുള്ള മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സായിരുന്നു. ഗർഭകാലത്ത് പിതാവും ഇപ്പോഴിതാ ഉമ്മയും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാം വയസ്സിൽ പൂർണ്ണമായും അനാഥത്വത്തിലായി. ആമിന ബീവിയെ അബവായിൽ ഖബറടക്കി. ഉമ്മു ഐമനും തിരുനബിയും മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏറെ ഭാഗ്യവതിയായ പരിചാരകയാണ് ബറക്ക. ഉമ്മു ഐമൻ എന്നാണ് അറിയപ്പെട്ടത്. മുത്തുനബിയെ ഏറ്റെടുക്കാൻ നിയോഗം ലഭിച്ച മഹദി. അവിടുത്തെ ബാല്യവും കൗമാരവും യൗവനവും നേരിട്ട് കണ്ടു. പ്രബോധനവും പലായനവും നേരിട്ടനുഭവിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ വിശ്വാസിയായി. പ്രവാചക സന്താനങ്ങളെയും ശേഷം പേരക്കുട്ടികളെയും അവർ പരിചരിച്ചു. പ്രവാചകരിൽ നിന്ന് നേരിട്ട് സ്വർഗപ്രവേശനത്തിൻ്റെ സുവിശേഷം ലഭിച്ചു. നബിയുടെ പരിചാരകൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യാപദം അലങ്കരിക്കാനും മുത്തുനബിക്ക് ഏറെ പ്രിയപ്പെട്ട ഉസാമയുടെ ഉമ്മയാവാനും ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെ തുടരുന്നു മഹദിയുടെ വിശേഷങ്ങൾ. ഉമ്മു ഐമനും തിരുനബിയും മക്കയിലേക്കെത്തുമ്പോഴേക്കും വല്യുപ്പ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ വേർപാട് വിവരമറിഞ്ഞിരുന്നു. തിരുനബിയെ കാത്തുനിന്ന് സ്വീകരിച്ചു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത വേദന അറിയിക്കാതെ പോറ്റാൻ തീരുമാനിച്ചു. സദാസമയവും ഒപ്പം കൊണ്ടു നടന്നു. ഓരോ നിമിഷവും മുഹമ്മദ് മോനിലെ അസാധാരണത്വത്തെ തിരിച്ചറിഞ്ഞു. അത് മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ചെയ്തു. മുഹമ്മദ് മോനെ ഒപ്പമിരുത്തിയ ഭക്ഷണം കഴിക്കൂ. മക്കളും പേരമക്കളും എല്ലാവരും എത്തിയാലും മുഹമ്മദ് മോനില്ലെങ്കിൽ സമാധാനമാവില്ല. ഇടയ്ക്കിടെ ഉമ്മു ഐമനെ വിളിക്കും. എന്നിട്ടിങ്ങനെ പറയും, ഉമ്മു ഐമൻ, എൻ്റെ മോനെ ശ്രദ്ധിക്കാതിരിക്കല്ലേ. അക്ഷരാർത്ഥത്തിൽ സ്നേഹം കൊണ്ട് വല്യുപ്പ മകനെ പൊതിഞ്ഞു. ആ തണലിൻ്റെ തളിര് മുത്തുനബിയും നന്നായി ആസ്വദിച്ചു. അങ്ങനെ നാളുകൾ നടന്നു നീങ്ങി.
ആ തണലിനും കൂടുതൽ ആയുസ്സുണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് യാത്ര ചോദിച്ചു. മരിക്കുമ്പോൾ 120 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് തീർത്ത മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുന്നേ പ്രിയപ്പെട്ട പിതാമഹൻ്റെ വിയോഗം കൂടി 8 വയസ്സുകാരനായ മുഹമ്മദ് മോനെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി. പിതാവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകന് ഉപ്പയും വലിയുപ്പയുമായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ എല്ലാമായിരുന്നു അവിടുന്ന്. അനാഥത്വത്തിൻ്റെ ഒരു വേദന കൂടി അവിടുന്ന് കടിച്ചിറക്കി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. ഉമ്മൈമൻ ഈ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ നബിക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. പിതാമഹൻ്റെ മൃതദേഹം കിടത്തിയ കട്ടിലിന് പിന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു. വിരഹത്തിൻ്റെ വേദന സഹിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ. താങ്ങും തണലുമായ പൊന്നുമ്മ 6-ാം വയസ്സിൽ വേർപിരിയുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. പൊന്നുമ്മയുടെ വേർപാടിന് ശേഷം ഉപ്പയില്ലാത്ത മുഹമ്മദ് മോന് ഉപ്പയും വല്ലിപ്പയുമായി താങ്ങും തണലുമായി എല്ലാമായി നിലകൊണ്ട അബ്ദുൽ മുത്തലിബിൻ്റെ വേർപാട് കൂടി 8 വയസ്സുകാരൻ്റെ കുഞ്ഞിളം മനസ്സിൽ എത്രമാത്രം വേദനകളായിരിക്കും നൽകിയിട്ടുണ്ടാവുക.